ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യം പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അച്ഛനെ വിഷമിപ്പിക്കുന്നില്ല, ഞാൻ ഇവിടുന്ന് പൊക്കോളാം, ഞാൻ കാരണം ആരും ഇവിടെ വിഷമിക്കരുത് എന്നും പറഞ്ഞ് ആര്യം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ബാലൻ ഓടി വന്നിട്ട് വേണ്ട എന്ന് പറഞ്ഞ് തടയുന്നുണ്ട്. എന്നിട്ട് ആര്യന്റെ കൈ പിടിച്ച് അവിടെ നിർത്തി ബാലൻ ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ബാലൻ പോകുന്നത് റൂമിലേക്കാണ്. പിന്നാലെ ഗോമതിയും പോകുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ബാലന്റെ കാല് ചെന്ന് പിടിക്കുന്നു ഗോമതി. ബാലേട്ടൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഗോമതി നീ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാണ്ട് പറഞ്ഞതാണ്, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലെ വിഷമം പെട്ടെന്ന് പുറത്ത് വന്നത്, ബാലേട്ടൻ എന്നോട് വിഷമമൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ ഗോമതി, എനിക്ക് നിന്നോടൊരു വിഷമമില്ല, നീ പറഞ്ഞതാണ് സത്യം, അമ്മ കഴിഞ്ഞിട്ടുള്ളൂ അച്ഛൻ, പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഇനി എന്നൊക്കെ പറയുന്നുണ്ട്. സോറി ബാലേട്ട, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഗോമതി, എനിക്കൊരു വിഷമമില്ല, ഞാൻ സത്യമാണ് പറയുന്നത്, നീ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നീ എൻ്റെ അഭിമാനമാണ് കാത്തത്. കാരണം ആര്യനെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം എൻ്റെ നെഞ്ചിൽ ഉണ്ടായിരുന്ന വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ആര്യനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവനെ വിളിക്കാൻ എൻ്റെ അഭിമാനവും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്നു. എന്തായാലും നീ ചെയ്തത് നന്നായി ഗോമതി എന്നൊക്കെ പറഞ്ഞ് ബാലൻ അഭിനന്ദിക്കുന്നു ചെയ്യുന്നത് നമ്മുടെ ഗോമതിനെ. ബാലേട്ടാ ആ പെണ്ണ് നല്ല പെണ്ണിട്ടാന്ന് പറയുന്നുണ്ട്. ഏത് പെണ്ണെന്ന് വെച്ചപ്പെട്ട ദേഷ്യപ്പെടുന്നു. അല്ല, ഞാൻ നമ്മുടെ മോളെ കുറിച്ച് പറഞ്ഞാന്ന് പറഞ്ഞ് ഗോമതി വിഷയം മാറ്റുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് റൂമാണ്. റൂമിൽ എല്ലാവരും ഉണ്ട്. ആകാശവും ആനന്ദവും അനിയത്തിയും മാമനും ആര്യനൊക്കെ. എടാ നിന്നെ ഞങ്ങൾ വല്ലാതെ മിസ് ചെയ്തു, ഇപ്പോഴാണ് ഒരു സന്തോഷമായത്, ഈ വീടിനൊരു ഉണർവ് വന്നത് ഇപ്പോഴെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്താ മീനാക്ഷി അടുത്ത് നീങ്ങിക്കണെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം പകുതി മീനാക്ഷി അടുത്തല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല ആര്യ, ഞാൻ ശ്രമിച്ചില്ലെങ്കിലും നീ ഇങ്ങോട്ട് വരുമായിരുന്നു, കാരണം നിന്റെ അച്ഛൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എല്ലാവരും നല്ല സംസാരവും നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് എന്ന് മീനാക്ഷി പറയുന്നുണ്ട്. ഈ വീട് നല്ല പൊളിയാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ എന്ത് പൊളി, ഇനി കാണാൻ കെടുക്കണല്ലോ എന്ന് ധർമ്മൻ പറയുന്നുണ്ട്. എന്തെല്ലാം കാണാൻ കെടുക്കണ് എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ ഇങ്ങനെ പരിഹസിച്ച പോലെ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് ഇവിടെ നിന്ന് പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആരൊക്കെയോ. അപ്പം അതിരാത്രിക്ക് വേണ്ടി മണിയറ ഒരുക്കാൻ പോണ്. അപ്പം ആകാശിനോട് പറയുന്നുണ്ട്, ആകാശ് കുറച്ചു നേരം പുറത്ത് നിൽക്ക്, ഞങ്ങൾ ഇത് റെഡിയാക്കാന്ന് പറയുന്നുണ്ട്. ആനന്ദും അതുപോലെ തന്നെ ആര്യനും അവരെല്ലാവരും കൂടി മണിയറൊക്കെ റെഡിയാക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഗോമതിയുടെ അടുത്തേക്ക് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മീനാക്ഷി പോകുന്നുണ്ട്. ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതിന് മുന്നേ ഗോമതി ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ആലോചിക്കുന്നു, ദൈവമേ എന്തൊക്കെയാണ് ഞാൻ ഈ ചെയ്തത്, ഇതൊക്കെ സ്വപ്നമാണോ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണെന്ന് എൻ്റെ ശബ്ദം ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു, ഞാൻ എന്തൊക്കെ സംസാരിച്ചതെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ, ഞാൻ തന്നെയാണോ എന്നൊക്കെ ആലോചിച്ച് ഗോമതി സന്തോഷം കൊണ്ട് ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകണം. ആ സമയത്ത് പെട്ടെന്ന് അമ്മേന്ന് വിളിക്കും മീനാക്ഷി. ആ സമയത്ത് ഗോമതി പെട്ടെന്ന് ഓന്ന് വിളിയേക്കും. എന്നിട്ട് പെട്ടെന്ന് ആകെ ചമ്മലാവും. എന്താ ദേഷ്യപ്പെട്ട് ചോദിക്കും. അത് ശരി, ഇപ്പം പാലം കിടക്കണോളെ നാരായണ എന്ന് പറഞ്ഞിട്ട് ഇപ്പം മീനാക്ഷിനെ വേണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ, പാലം കിടക്കടാ നീ എന്ത് ചെയ്തേ, ഞാൻ എൻ്റെ മോനെ പോയി വിളിച്ചിട്ടുണ്ടാ, ഞാൻ വിളിച്ചാൽ വരും. അത് ശരി, ഞാൻ കാരണല്ലേ ഇപ്പം അമ്മയുടെ ശബ്ദം പുറത്തേക്ക് വന്നത്, എന്താ എനിക്ക് ശബ്ദം പുറത്ത് വരാൻ പാടില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഓ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് തോളി കഴിച്ചപ്പോൾ, നീ എന്തിനാ എൻ്റെ തോളി കൈ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദേഹത്ത് തൊട്ടിട്ടുള്ള സംസാരമൊന്നും വേണ്ടാന്ന്. അതെ, നീ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ, അമ്മ അങ്ങനെയല്ല, അമ്മയുടെ ശബ്ദം ഈ അടക്കളയിൽ മാത്രം പോരാ, അടക്കളയിൽ കരിയും പുകയും കൊണ്ട് ജീവിക്കാനുള്ളതല്ല പെണ്ണിൻ്റെ ജീവിതം എന്ന് പറഞ്ഞപ്പോൾ, ഇവിടെ കരിയൊന്നുമില്ല, ഇവിടെ എൻ്റെ ബാലേട്ടൻ എനിക്ക് ഗ്യാസ് മേടിച്ചു തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു, അമ്മയുടെ ശബ്ദം ഇനിയും പുറത്ത് കേൾക്കണം എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അത് ശരി, സമാധാനത്തോടെ കഴിയുന്ന കുടുംബം തല്ലുപിടിപ്പിക്കാനാണോ നീ നോക്കണമെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ദൈവമേ ഞാൻ ഇനി ഒന്നും പറയില്ല, ശരി ഞാൻ പോണ്, അമ്മ എനിക്കൊരു ഉമ്മൻ തരുമോ എന്ന് ചോദിച്ചു. ഉമ്മോ എന്തിനെന്ന് ചോദിച്ചു. ഞാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാ വേണ്ട ഞാൻ തരാമെന്ന് പറഞ്ഞ് മീനാക്ഷി അങ്ങനെ നമ്മുടെ ഗോമതിയുടെ കവളിൽ ഉമ്മൻ കൊടുത്തിട്ട് ഗുഡ് നൈറ്റ് അമ്മയെന്ന് പറഞ്ഞ് ചിരിച്ചോടുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ ഒരു കാര്യം, നല്ല പെൺകുട്ടീന് എന്നങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. പക്ഷെ ബാലേട്ടൻ അംഗീകരിക്കാതെ ഗോമതിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്ത് വീടിന്ന് ആര്യൻ നമ്മുടെ ആലോകിനെ കാണിക്കുന്ന ആലോക് വരുമ്പോൾ നമ്മുടെ മിത്ര ദേഷ്യപ്പെട്ട് ചെല്ലുന്നുണ്ട്. നീ എന്നോട് ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്ത, നീ ആര്യനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കണ്ടല്ല, ഞാൻ കാണുകയും ചെയ്ത് അവൻ്റെ മനസ്സിൽ എരി കയറ്റി കൊടുത്തിട്ടുണ്ട്, അവൻ ഇന്ന് തന്നെ ബാലനെതിരെ കേസ് കൊടുക്കും, നീ നോക്കിക്കോ, നാളെ ദേവമംഗലത്ത് പോലീസ് വരും, മണ്ണാങ്കട്ടേനി അവൻ്റെ അവിടെ വന്നു പറഞ്ഞപ്പോൾ, അവൻ വന്നോ, അപ്പം തന്നെ മുത്തശ്ശി പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കണ്ട, ഇപ്പം എന്തായി എന്ന് ചോദിച്ചു.
അതേ മുത്തശ്ശി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് അമ്മ വന്നിട്ട് പറയും, മിത്രേ നീ മുത്തശ്ശിനെ ഭരിക്കാൻ നിൽക്കണ്ട കേട്ടാ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടുത്തെ ആൾക്കാർക്കല്ല പ്രശ്നം, ഇവിടുത്തെ ആൾക്കാർക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ അച്ഛനോടും ചെറിയച്ഛനോടും പറയാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവരുടെ സ്വപ്നങ്ങളൊക്കെ ആ കാറ്റിൽ പറത്തിയിട്ട് ആര്യൻ തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി എല്ലാവരും കൂടെ മുറിയിൽ പൂവൊക്കെ റെഡിയാക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ബാലൻ വന്ന് ചോദിക്കുന്നത് എന്താ ഇവിടെ എന്ന് ചോദിക്കും. ഇവിടെ ഒന്നുമില്ല അച്ഛാ, ഞങ്ങൾ ചെറിയൊരു അലങ്കാരമൊക്കെ, ഇന്ന് സന്തോഷമുള്ള ദിവസമല്ലേ, ഇന്ന് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആകാശെ നീ ഒന്ന് പുറത്തേക്ക് വന്നേന്ന് പറയുന്നു. ആകാശിനോട് പുറത്തേക്ക് വരാൻ പറയുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ആകാശിനോട് പുറത്തേക്ക് വരാൻ വിളിച്ചപ്പോൾ ആര്യന് ദേഷ്യം വരുന്നുണ്ട്. എന്തിനാ അച്ഛാ, ഇന്നെങ്കിലും കോമഡി സ്റ്റോഴ്സിലെ കണക്കൊന്നും ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കണം, അത് നീ അന്വേഷിക്കണ്ട, നീ നിന്റെ കാര്യം അന്വേഷിക്കുന്നു പറയുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ബാലൻ നമ്മുടെ ഗോമതിയോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആകാശവും ആ പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ ഇപ്പം പാടില്ല, കാരണം ആനന്ദിന് അത് വിഷമാവും, ആനന്ദിന് ഒരു നല്ല ജീവിതം ഉണ്ടാവില്ല. ഗോമതി ഇങ്ങനെ അഭിപ്രായം ചോദിച്ചിരുന്നു. ബാലേട്ട അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു മുറി കിടന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ബാലൻ്റെ മനസ്സിലുള്ളതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോമതിയോട്, അത് പാടില്ല ഇപ്പം, എന്തായാലും ആനന്ദിൻ്റെ വിവാഹം കഴിയട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. ആകാശിനെയും പുറത്തേക്ക് കൊണ്ടുപോയിട്ട് എന്താ അച്ഛാ എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും ഞാൻ പറയുന്ന എന്തും അനുസരിക്കുന്ന ഒരു മോനല്ലേ നീയെ, അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി നീ അനുസരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്താ അച്ഛാ എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. നീ ഇപ്പം ഒരു വിവാഹം കഴിച്ച് എൻ്റെ സമ്മതം അല്ലെങ്കിലും അത് നടന്നു പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആനന്ദിൻ്റെ കല്യാണം കഴിഞ്ഞവരെ നിനക്കൊരു കുടുംബജീവിതം ഉണ്ടാവാൻ പാടില്ല. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് മക്കൾ എന്നൊക്കെ അല്ലേ. നിനക്കൊരു കുഞ്ഞും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ആനന്ദിന് ഒരു പെണ്ണ് പോലും കിട്ടില്ല. ഞാൻ അവനോട് തെറ്റ് ചെയ്തതായിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് വിഷമം, ഞാൻ കാരണം അവൻ്റെ ജീവിതം നശിച്ചു. അപ്പോൾ അതുകൊണ്ട് അവനാണെങ്കിൽ നല്ല വിഷമം. നീ ആനന്ദിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ അവൻ നിങ്ങളോട് സംസാരിച്ച് ചിരിക്കുന്നുണ്ടെങ്കിലും നിൻ്റെ ഭാഗം പറയുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ വിഷമമുണ്ട്, അതെനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് മോൻ അച്ഛനോട് വിഷമമൊന്നും തോന്നരുത്, അവരെ വിവാഹം കഴിയുന്നവരെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കരുതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ആകാശം ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ ജീവിതത്തിലെ വില്ലനായിട്ടൊന്നല്ല, എനിക്ക് നിന്നോട് ദേഷ്യമോ പകയോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ആനന്ദിന് ഒരു പെൺകുട്ടീനെ കണ്ടുപിടിക്കാതെ എനിക്കൊരു മനസ്സമാധാനം ഇല്ല. അതിന് വേണ്ടിയിട്ടുണ്ട് മോനെ ഈ അച്ഛൻ്റെ വാക്ക് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരി അച്ഛാന്നൊക്കെ പറഞ്ഞ് ആകാശ് അകത്തേക്ക് പോകും. മീനാക്ഷി ആണെങ്കിൽ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. മീനാക്ഷി അങ്ങനെ ആര്യനെയും മാമനെയും ആനന്ദിനെയൊക്കെ കുറിച്ച് നല്ല സന്തോഷത്തോടൊക്കെ പറയും. ഇതൊന്നും കേൾക്കാനുള്ള മനസ്സുണ്ടാവില്ല നമ്മുടെ ആകാശിന്. ആകെ തല മരവിച്ച പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. മീനാക്ഷിയോട് എങ്ങനെ തുറന്നു പറയുന്ന ആലോചിച്ചിട്ട്, പക്ഷെ പറയാതിരിക്കാനും കഴിയില്ലല്ലോ. എന്തായാലും മീനാക്ഷി ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും ആരും കേൾക്കുന്നില്ല. എന്താ നിങ്ങളിവിടെ അല്ലേ, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്, എന്നാ പറയേ എന്താ ഉണ്ടായേ, ഇന്നലെ നഷ്ടപ്പെട്ട എല്ലാ സന്തോഷം ഇന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം, ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി നല്ല സന്തോഷത്തോടെ ഇരിക്കിന്. ഒരേ കാര്യങ്ങൾ ഇങ്ങനെ വായ തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കിന്. എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും അധികം സംസാരമൊന്നും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മീനാക്ഷി ആകാശിൻ്റെ തോളിലേക്ക് കൈവയ്ക്കുന്ന സമയത്ത് വാതിലിങ്ങനെ ആരോ മുട്ടുന്നുണ്ട്. രണ്ടുപേരും ഞെട്ടിങ്ങായിട്ട് നോക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.